ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഫെബ്രുവരി 6 ഞായറാഴ്ചയിലേക്കുള്ള ധ്യാനം. ഇന്ന് മെഡിക്കൽ മിഷൻ ഞായറാണ്. ഇന്നത്തേക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം ശരീര ആത്മദേഹികളുടെ സൗഖ്യം എന്നതാണ്. ഇന്നത്തെ ഏവൻഗേലിയോൻ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ധ്യാനത്തിനായി ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന കഥാപാത്രമായ സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ചിന്തകളെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. അവൾ 12 വർഷമായി രക്തസ്രാവ രോഗിയായിരുന്നു. എത്ര നിസ്സാരമായാണ് നാം ഈ ഭാഗം വായിച്ച് വിട്ടിട്ടുള്ളതല്ലേ? ആർത്തവകാലം സ്ത്രീകൾക്ക് ദൈവം തമ്പുരാൻ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്, തർക്കമില്ല. എന്നാൽ ഓരോ മാസവും അതുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ പറയേണ്ട കാര്യമില്ല താനും. പ്രത്യേകിച്ചും അവരിൽ പലരും ആ നാളുകളിൽ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും വളരെയാണ്. ഇവിടെ നാം കാണുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധികളാണ് അവൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം. ഒന്നാമത്തെ പ്രശ്നം അവളുടെ ശാരീരിക പ്രതിസന്ധിയാണ്. അവളെക്കുറിച്ച് വായിക്കുന്നത് തന്നെ ഷീ വാസ് എ വുമൺ വിത്ത് കോൺസ്റ്റൻറ്റ് ബ്ലീഡിങ് ഫോർ 12 years എന്നാണ്. നമ്മുടെ മലയാള വേദപുസ്തകത്തിൽ ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കുറേ കൂടെ മീനിങ് ഫുള്ളായത്. ഷീ വാസ് എ വുമൺ വിത്ത് കോൺസ്റ്റൻറ്റ് ബ്ലീഡിങ് ഫോർ 12 years. 12 വർഷമായി നിലയ്ക്കാത്ത രക്തസ്രാവമാണ്. അത് അതീവ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയാണ് എന്നാർക്കും മനസ്സിലാവും. ഇന്നത്തെ പോലെ രക്തം നൽകുവാനുള്ള സംവിധാനമോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആ സ്ത്രീ ശാരീരികമായി വലിയ അപകടകരമായ അവസ്ഥയിലായിരുന്നു എന്ന് വ്യക്തം. രണ്ടാമത്തെ പ്രശ്നം അവൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നമാണ്. അന്നത്തെ യഹൂദ സമൂഹത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു സ്ത്രീ സാധാരണ ആർത്തവകാലത്ത് പോലും 7 ദിവസം അശുദ്ധയായിരിക്കണം എന്നാണ് അവരുടെ നിബന്ധന. ലേവ്യ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ ഇവിടെ നാം കാണുന്ന സ്ത്രീയുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നിയമം വ്യക്തമായി അനുശാസിക്കുന്നുണ്ട്. 25 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രവം ഏറിയ ദിവസം ഉണ്ടാകുകയോ ഋതുകാലം കഴിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലമൊക്കെയും ഋതുകാലം പോലെ ഇരിക്കണം. അവൾ അശുദ്ധയായിരിക്കണം. അതായത് കഴിഞ്ഞ 12 വർഷങ്ങൾ ഈ സ്ത്രീയെ സമൂഹം അശുദ്ധയായാണ് കരുതിയിരുന്നത് എന്നർത്ഥം. തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്ന അവസ്ഥ അതിദയനീയമാണ്. അവൾ ധരിക്കുന്ന വസ്ത്രം അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്ന ഉപകരണങ്ങൾ അശുദ്ധമായിരിക്കും. അവൾ തൊടുന്ന പാത്രങ്ങൾ അശുദ്ധമായിരിക്കും. അവൾ പാർക്കുന്ന വീട് അശുദ്ധമായിരിക്കും. അവളുമായി ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുന്നവർ എല്ലാം അശുദ്ധരായിത്തീരും. അതായത് കഴിഞ്ഞ 12 വർഷങ്ങളായി ഈ സ്ത്രീ അനുഭവിക്കുന്ന സാമൂഹ്യ അവസ്ഥ അതിദയനീയമാണ്. സ്നേഹിതരില്ലാത്ത, സന്ദർശകരില്ലാത്ത, ബന്ധുക്കൾ സഹകരിക്കാത്ത,
എല്ലാ അർത്ഥത്തിലും ഏകാന്തതയിലായി പോയ ഒരു സ്ത്രീ. അവൾ അനുഭവിച്ച പലവിധ ചൂഷണങ്ങളാണ് അടുത്ത വിഷയം. പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതായത് അവൾ കണ്ട വൈദ്യന്മാരെല്ലാം അവളെ തങ്ങളുടെ ഒരു പരീക്ഷണ വസ്തുവായി പരിഗണിച്ച് തങ്ങളുടെ സകല നിഗമനങ്ങളിലും അവളിൽ പരീക്ഷിച്ച് ശാരീരികമായും മാനസികമായും അവൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവളുടെ സാമ്പത്തിക നിലയാണ് അടുത്ത വിഷയം. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. 12 വർഷത്തെ ചികിത്സ കൊണ്ട് തനിക്കുള്ളത് മുഴുവൻ ചെലവഴിച്ച് ജീവിതമാർഗം പോലും ഇല്ലാതെയായി പോയ ഒരു സ്ത്രീ. രോഗിയും രോഗവും സാമ്പത്തിക ചൂഷണത്തിൻ്റെ കേന്ദ്രമായി മാറിയ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നാം മെഡിക്കൽ മിഷൻ സൺഡേ ആചരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ്. എത്ര പരിതാപകരമായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥയെന്ന് ആർക്കും ബോധ്യമാകുന്ന ഒരു വസ്തുതയാണ്. എല്ലാ വിധത്തിലും തകർന്ന് തരിപ്പണമായി പോയ ഒരു സ്ത്രീ. വഴികളെല്ലാം അടഞ്ഞ് പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് നിരാശയായ ഒരു സ്ത്രീ. ഇനി നാം ശ്രദ്ധിക്കുന്നത് അവളുടെ വിശ്വാസ ജീവിതത്തെയാണ്. വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു സ്ത്രീ എന്നാണ് അവളെക്കുറിച്ച് പറയാവുന്ന രണ്ടാമത്തെ കാര്യം. എല്ലാ വിധത്തിലും ആശ നശിച്ച് ജീവിതം അവസാനിപ്പിക്കാമായിരുന്ന അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് അവളോട് തന്നെ പറയുകയാണ്. ലോകപ്രകാരം ഇനി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ത്രീ യേശുവിനെക്കുറിച്ച് കേട്ട വാർത്തകളെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്നത് പ്രായോഗികമാക്കുന്ന ഒരു സ്ത്രീയെയാണ് ഇവിടെ നാം കണ്ടുമുട്ടുന്നത്. യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവുകൾ വെച്ച് തൻ്റെ രക്ഷ യേശുവിൽ മാത്രമാണ് എന്ന് അവൾ ഉറച്ച് വിശ്വസിച്ചു. അവനെ ഒന്ന് കണ്ടുമുട്ടിയാൽ മതി, കുറഞ്ഞ പക്ഷം അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ മതി, ഞാൻ രക്ഷപ്പെടും എന്ന ഉറപ്പ്. എന്തൊരു വിശ്വാസമാണത്! നാളിതുവരെയുള്ള അവളുടെ അനുഭവങ്ങളിൽ നിന്ന് അവൾ ഇതുവരെ ആശ്രയിച്ചവയെല്ലാം, അവൾ ഇതുവരെ ആശ്രയിച്ചവരെല്ലാം അവളെ ചൂഷണം ചെയ്തതല്ലാതെ അവൾക്കൊരു തരത്തിലും പ്രയോജനപ്പെട്ടില്ല. എന്നാൽ അവൾ കേട്ടറിഞ്ഞ യേശു മാത്രമാണ് ആശ്രയിപ്പാൻ യോഗ്യൻ എന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം അവളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. ഇല്ല, എല്ലാം അവസാനിച്ചിട്ടില്ല എന്ന് അവളുടെ അന്തരംഗം അവളെ ഉപദേശിക്കുകയാണ്. 3, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്ന ഒരു സ്ത്രീ. ഒരു വിധത്തിൽ നോക്കിയാൽ പ്രതിബന്ധങ്ങൾ മാത്രമേ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. 1, അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഒരിക്കലും അവൾക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ സാധ്യമല്ല. സാമൂഹ്യമായും മതപരമായും എല്ലാവരോടും അവൾ അകലം പാലിച്ചേ മതിയാവൂ. കാരണം അവൾ അശുദ്ധയാണ്. ആരെങ്കിലും അവളെ തിരിച്ചറിഞ്ഞാൽ അവളെ അവർ ആട്ടി ഓടിക്കും. കാരണം അവൾ നിൽക്കുന്നിടവും അവൾ സ്പർശിക്കുന്നവരും എല്ലാം അശുദ്ധരാകും. രണ്ടാമത്തെ പ്രശ്നം, പുരുഷാരം യേശുവിനെ തിരക്കി നിൽക്കുകയാണ്. ഒരു കാരണവശാലും അവൻ്റെ മുമ്പിൽ എത്തിപ്പറ്റി അവനോട് സംസാരിക്കുവാനോ സൗഖ്യം യാചിക്കുവാനോ സാധ്യമല്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പരപുരുഷനെ പൊതുസ്ഥലത്ത് വെച്ച് സ്പർശിക്കാൻ അവൾക്ക് അവകാശമില്ല. അതും യേശുവിനെ പോലെ ഒരു റബ്ബായിയെ തൊട്ടാൽ വലിയ പ്രശ്നമാണ്. അതിലുപരി അവൾ അശുദ്ധയാണ് എന്നതിനാൽ അത് മരണശിക്ഷയ്ക്ക് വരെ കാരണമാവുകയും ചെയ്യും.
പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് നമുക്ക് കുറേ കൂടെ വ്യക്തമാകും. അവൾ യേശുവിൻ്റെ വസ്ത്രം തൊട്ട ഉടനെ തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് യേശു ചോദിക്കുകയാണ്, എൻ്റെ വസ്ത്രം തൊട്ടതാ? മാത്രമല്ല, അത് ചെയ്തവളെ കാണുവാൻ യേശു ചുറ്റും നോക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ പേടിച്ച് വിറച്ച് കാണും എന്നതിൽ സംശയമില്ലല്ലോ. അവൾ ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നാലാമത് നമ്മൾ ഈ സ്ത്രീയെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, യേശുവിൽ നിന്നും സൗഖ്യം മോഷ്ടിച്ച രക്തസ്രാവക്കാരി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൽ നിന്നും സൗഖ്യം മോഷ്ടിച്ച രക്തസ്രാവക്കാരി. അവൾ പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തടസ്സങ്ങളെ തരണം ചെയ്ത് ഒരു വിധത്തിൽ അവൾ യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന പുരുഷാരത്തിന് പിറകിലെത്തി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. അതിനെ തുടർന്ന് ആ സ്ത്രീയിലുണ്ടാവുന്ന വൈകാരിക അനുഭവങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചുറ്റും നിന്ന പുരുഷാരം അറിയാതെ, ശിഷ്യന്മാർ അറിയാതെ യേശുവിൽ നിന്ന് സൗഖ്യം മോഷ്ടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് ആദ്യം നാം ഇവിടെ കാണുന്നത്. താൻ സ്വസ്ഥയായി എന്ന് ശരീരത്തിൽ അറിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊരനുഭവമാണത്, എന്തൊരനുഭൂതിയാണത്! 12 വർഷങ്ങളിലെ നരകയാതനയിൽ നിന്ന് മോചിതയായല്ലോ എന്ന വലിയ ആശ്വാസത്തോടെയാണ് അവൾ നിൽക്കുന്നത്. ഇനി അവൾക്ക് വേണ്ടത് വസ്ത്രം മാറി പുരോഹിതൻ്റെ അടുത്ത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. എന്നാൽ പെട്ടെന്ന് അവൾ ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിക്കുന്ന യേശുവിൻ്റെ ചോദ്യമാണ് അവളുടെ ചെവിയിൽ വന്ന് പതിച്ചത്. സ്വസ്ഥതയോടെ അവിടെ നിന്ന് ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവളുടെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങിക്കാണും. പിടിക്കപ്പെട്ടു പോയാൽ മോശയുടെ നിയമം ലംഘിച്ചത് മുതൽ സമൂഹത്തിൽ ഇറങ്ങി ഒരു സമൂഹത്തെ മുഴുവൻ അശുദ്ധരാക്കിയതും, ഒരു യഹൂദ റബ്ബായിയെ സ്പർശിച്ച് അവനെ അശുദ്ധനാക്കിയതും വരെ അക്ഷന്തവ്യങ്ങളായ അപരാധങ്ങൾ ചെയ്തു പോയതിനാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഭയം, ആദ്യം അവൾക്കുണ്ടായ ആശ്വാസം ഇപ്പോൾ ഭയമായി മാറുകയാണ്. വീണ്ടും അവൾക്ക് അല്പം ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ശിഷ്യന്മാരിൽ നിന്നും കേട്ടത്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാറെന്ന് ചോദിക്കുന്നുവോ? യേശുവിൻ്റെ ചോദ്യത്തിലെ യുക്തിയില്ലായ്മയാണ് ശിഷ്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. പെട്ടെന്ന് അതേ ചിന്ത അവളുടെ മനസ്സിലുണ്ടായി. എത്രയോ ആളുകളാണ് അവനെ തിക്കി തിരക്കി നിൽക്കുന്നത്, ആരെല്ലാം അവനെ സ്പർശിച്ച് കാണും. അപ്പോൾ ശിഷ്യന്മാരിലുണ്ടായ അതേ ചിന്ത അവളുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായി കാണും. എത്രയോ പേരാണ് അവനെ സ്പർശിച്ച് കാണുക, അതാരൊക്കെയാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാനാവുക? ആ ചിന്ത അവൾക്ക് അല്പം സമാധാനം കൊടുത്തതാണ്. പക്ഷേ അപ്പോഴതാ ശിഷ്യന്മാരുടെ വാക്കുകൾ കേട്ട ഭാവം പോലും നടിക്കാതെ യേശുവിൻ്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ പരതുകയാണ്. ലൂക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ് യേശു ചുറ്റും നോക്കുകയാണ്. യേശുവിൻ്റെ കണ്ണുകൾ തന്നെയാണ് തിരയുന്നത് എന്ന് അവൾക്ക് ബോധ്യമായി. പലതരം ചിന്തകൾ അവളുടെ മനസ്സിലുണ്ടായി കാണും. ഓടിപ്പോയാലോ? ഓടിപ്പോയാൽ ഒരു പക്ഷേ തനിക്ക് ലഭിച്ച സൗഖ്യം നഷ്ടപ്പെട്ടാലോ? ഇനി കുറ്റം ഏറ്റു പറഞ്ഞാലോ? മോശയുടെ നിയമം ലംഘിച്ചതിന് മരണശിക്ഷ ഉറപ്പാണ്. അവൾ ചെയ്തത് എന്താണ് എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് നോക്കൂ.
താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ യേശുവിനോട് പറഞ്ഞു. ഈ മെഡിക്കൽ മിഷൻ സൺഡേയിൽ നാം ഇനി ശ്രദ്ധിക്കുന്നത് യേശുവിനെയാണ്. ശരീര ആത്മദേഹികൾക്ക് സൗഖ്യം നൽകുന്നവനായ യേശു. ശരീരാത്മദേഹികൾക്ക് സൗഖ്യം നൽകുന്നവനായ യേശു. യേശുവിൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്ന സ്ത്രീയുടെ ചെവിയിൽ വന്നു പതിക്കുന്ന ശബ്ദങ്ങൾ അവളെ അസ്വസ്ഥയാക്കി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രക്തസ്രാവക്കാരിയാണ് അത് എന്ന് മനസ്സിലാക്കിയ ജനം ഭയത്തോടെ ഓടി മാറി കാണും. പലരും പെറുപെറുത്ത് കാണും, ചിലരെങ്കിലും അട്ടഹസിച്ച് കാണും. മാറി നിൽക്കൂ, മാറി നിൽക്കൂ, അത് ആ രക്തസ്രാവക്കാരിയാണ്. എന്ത് മര്യാദകളാണ് അവൾ കാണിച്ചത്! അവളെ വെറുതെ വിടരുത്. അവരിൽ ചിലരെങ്കിലും പറഞ്ഞാണ്. ഈ ശബ്ദങ്ങളെല്ലാം അവളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കെ കൂട്ടത്തിൽ അവളൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം അവളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച് കളഞ്ഞു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന യേശുവിൻ്റെ ശബ്ദമായിരുന്നു അത്. അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന വാക്കുകൾക്കിടയിൽ അവളെ ബലപ്പെടുത്തിയ സാന്ത്വന വാക്കുകൾ. യേശു അവളെ സംബോധന ചെയ്യുന്ന വാക്കു മുതൽ നമ്മയെല്ലാം ഒരുപാട് ആശ്വസിപ്പിക്കുന്ന ഒരു വാചകമാണത്. ഒന്നാമതായി മകളെ എന്നുള്ള വിളി. സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീയെ എന്ന് വിളിക്കുന്നതായാണ് നാം വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ മകളെ എന്നാണ് യേശു അവളെ വിളിക്കുന്നത്. ആ വിളിക്കിവിടെ വലിയ പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ 12 വർഷങ്ങളായി എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ജീവിതം തള്ളി നീക്കിയ അവളെ യേശു മകളായി അംഗീകരിക്കുകയാണ്. സ്നേഹിതരില്ലാതെ, സന്ദർശകരില്ലാതെ, കുടുംബാംഗങ്ങളുടെ സഹകരണമില്ലാതെ 12 വർഷങ്ങൾ ഏകയായി കഴിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ മനസ്സിൽ കുളിർമഴ പെയ്ച്ച വിളിയായിരുന്നു മകളെ എന്ന ആ വിളി. രണ്ടാമത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക്. അവളുടെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അവളുടെ ശാരീരിക സൗഖ്യത്തിന് അവളെ കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്ത് ഒരു രക്ഷയുമില്ല എന്ന് കണ്ട് ഏറ്റവും പരവശയായ സ്ത്രീയാണ് അവൾ. പല വൈദ്യന്മാരാലും ഏറിയോ എന്ന് സഹിച്ചു. കൂടാതെ തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗഖ്യദായകനായ യേശുവിനെക്കുറിച്ച് അവൾ കേൾക്കുന്നതും അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് അവൾ വിശ്വസിച്ചത്. ആ വിശ്വാസത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള മറുപടിയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്ക്. എത്രയോ ആളുകൾ ആ സമയം തന്നെ യേശുവിനെ തൊട്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്കാർക്കും സൗഖ്യം ലഭിച്ചതായി നാം കാണുന്നില്ലല്ലോ. യേശുവിന് കഴിഞ്ഞില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്താണ്? അവൾ മാത്രമാണ് അവനെ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വിശ്വസിച്ചത്. ഒരുപക്ഷെ നമ്മളും ആൾക്കൂട്ടത്തിലുണ്ടാവാം, അവൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അത് മാത്രം പോരാ എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൾക്ക് ശാരീരിക സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റിനേക്കാൾ സൗഖ്യദായകനായ യേശുവിൻ്റെ രോഗസൗഖ്യ സർട്ടിഫിക്കറ്റാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതും ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് യേശു അത് പ്രഖ്യാപിക്കുന്നത്. ഇനി അവരെല്ലാവരും പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ തന്നെ അവളെ അംഗീകരിക്കുമെന്ന് ഉറപ്പാണ്.
നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ സമൂഹത്തിൽ ഇടപെടാൻ കഴിയൂ എന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ. ആ സാഹചര്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. പുരോഹിതൻ്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ സമൂഹത്തിൽ അവൾക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്നാൽ ഇതാ സൗഖ്യദായകനായ യേശു പരസ്യമായി പറയുന്നു അവൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന്. ഇതിനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് ഏത് പുരോഹിതനാണ് അവൾക്ക് കൊടുക്കാൻ കഴിയുക? മൂന്നാമത്, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന വാക്ക് അവൾക്ക് ലഭിച്ച ആത്മസൗഖ്യത്തിൻ്റെ പ്രസ്താവനയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നല്ലൊരു കൊച്ചു വാചകമാണ്, ഗോ ഇൻ പീസ്, യുവർ സഫറിങ് ഈസ് ഓവർ. എല്ലാ വിധത്തിലും പരവശയായി പോയ ഒരു സ്ത്രീയോട് കർത്താവ് പറയുന്നു സമാധാനത്തോടെ പോവുക എന്ന്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന മഹാവ്യാധിയുടെ മുമ്പിൽ ഏറിയോന്ന് സഹിച്ച് പരവശരായി തീർന്ന ലോകത്തോട് നമ്മുടെ ശരീരാത്മദേഹികൾക്ക് സൗഖ്യം തരുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സംഭവം. പ്രിയപ്പെട്ടവരെ, ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോരാ. പ്രത്യുത നിൻ്റെ സൗഖ്യത്തിനായി, നിൻ്റെ സമാധാനത്തിനായി, നിൻ്റെ ജീവൻ്റെ പൂർണ്ണതയ്ക്കായി, നിൻ്റെ നിത്യജീവനായി വിശ്വാസത്തോടെ നിൻ്റെ കൈകൾ നീട്ടണം. വിശ്വാസത്തോടെ നിൻ്റെ കൈകൾ നീട്ടി അവനെ ഒന്ന് തൊടുക. മകനെ, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് കേൾക്കത്തക്ക വിധം വിശ്വാസമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.